ആദ്യം കുറച്ച് മലയാളം പടങ്ങളുടെ അപ്ഡേറ്റ് പറയാം. ആട് 3 MMT ഡയറക്റ്റ് ചെയ്ത് ജയസൂര്യ ലീഡിലെത്തിയ പടമായിരുന്നു മാർച്ച് 19 റിലീസായ ആട് 3. പടം 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് നല്ല റെസ്പോൺസ് നേടി തിയേറ്ററിൽ നിന്ന് ഇപ്പോൾ വാഷ് ഔട്ടായി. പടം ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എത്താൻ പോകുവാണ്. ആട് 3 മെയ് 1 C5 OTT റിലീസ് ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട്. ആട് 3യുടെ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായവർക്ക് ഇനി പടം OTTയിൽ കാണാം. ഖലീഫ പൃഥ്വിരാജിനെ നായകനാക്കി വൈശാഖ് ഡയറക്റ്റ് ചെയ്ത ആക്ഷൻ മാസ് പടമാണ് ഖലീഫ. ഇതൊരു വലിയ പടമാണ്. പടത്തിൻ്റെ ഷൂട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഖലീഫ പൃഥ്വിരാജിൻ്റെ കരിയറിൽ തന്നെ ഭയങ്കര വലിയ പടമാണ്. അതുമാത്രമല്ല ഒരുപാട് ആക്ഷൻ സീക്വൻസ് ഉള്ള പടം കൂടിയാണ്. പിന്നെ പാർട്ട് 2 ലീഡ്, ലാലേട്ടൻ്റെ ക്യാമിയോ, അങ്ങനെ ഒരുപാട് വലിയ പരിപാടികളൊക്കെ ഈ പടത്തിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതൊരു വലിയ അപ്ഡേറ്റ് ആണ്. പൃഥ്വിരാജിൻ്റെ ഖലീഫയിൽ ലാലേട്ടനെ കൂടാതെ ഒരു പ്രധാന വേഷത്തിൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് ടൊവിനോ തോമസും ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതൊരു സ്ട്രോങ് റൂമറാണ്, തള്ളിക്കളയണ്ട. കാര്യം ഈ അടുത്ത് ടൊവിനോ തന്നെ പറഞ്ഞിരുന്നു താൻ 3-4 സിനിമകളിൽ ക്യാമിയോ അപ്പിയറൻസിൽ എത്തുന്നുണ്ട് എന്ന്. അപ്പോൾ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് നോക്കിയാൽ അതിലൊന്ന് ഖലീഫയാണ്. ദൃശ്യം 3 മെയ് 21 റിലീസിനെത്താൻ പോകുന്ന ലാലേട്ടൻ്റെ പടമാണ് ദൃശ്യം 3. പടത്തിൻ്റെ റിലീസിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അപ്ഡേറ്റ് ഓരോന്നായി എത്താൻ തുടങ്ങി. ഇപ്പോൾ ദൃശ്യം 3യുടെ ഭാഗത്ത് നിന്ന് റിലീസിന് മുന്നേ വരുന്ന ആദ്യത്തെ അപ്ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. പടത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ വരാൻ പോകുവാണ്. ദൃശ്യം 3യുടെ ഒഫീഷ്യൽ ടീസർ നാളെ വൈകിട്ട് 5 മണിക്ക് പുറത്തുവിടും. ടിക്കിടാക്ക രോഹിത് VS ഡയറക്റ്റ് ചെയ്ത് ആസിഫ് അലി ലീഡിലെത്തുന്ന ആക്ഷൻ പടമാണ് ടിക്കിടാക്ക. ഇതും ഒരു വലിയ പടമാണ്. ആസിഫിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പടമാണ്. ടിക്കിടാക്കയുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആസിഫിൻ്റെ ടിക്കിടാക്കയിൽ മലയാളത്തിൽ നിന്ന് പൃഥ്വിരാജ് ഒരു ക്യാമിയോ റോളിൽ എത്തുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതും കുറേ നാളുകൾക്ക് മുമ്പേ വന്ന ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും കൺഫേം ആയ ഈ പടത്തിന് ഇതൊരു എക്സ്ട്രാ ഹൈപ്പായിരിക്കും. വാഴ 2 മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്ത് സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് വാഴ 2. വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ല, പ്രൊഡക്ഷൻ ഇല്ല, സിനിമ ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ലാത്ത ഇൻസ്റ്റയിൽ റീൽ ചെയ്ത് നടന്നിരുന്ന കുറച്ച് പിള്ളേരെ ലീഡിലാക്കി ഒരു പുതിയ ഡയറക്ടർ ഒരു സിനിമ ചെയ്യുന്നു. റിലീസിന് മുമ്പ് വലിയ ഹൈപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ റിലീസിന് ശേഷം കഥയാകെ മാറി. പോസിറ്റീവ് റെസ്പോൺസ് വെച്ച് പടം കയറി കൊളുത്തി വർക്കായി. ഫസ്റ്റ് വീക്കിൽ തന്നെ തിയേറ്റർ ഫുള്ളായി. ഫാമിലി ഓഡിയൻസ്, യൂത്ത്, സോഷ്യൽ മീഡിയ അങ്ങനെ എല്ലായിടത്തും ഈ പടം ട്രെൻഡ് സെക്ടറായി. 50 കോടി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടി. പിന്നെ 100 കോടി, അതിന് പിന്നാലെ ദേ ഇപ്പോൾ 200 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടി. കേരളത്തിൽ നിന്ന് മാത്രം 120 കോടിക്കടുത്ത് കളക്ഷൻ നേടി പല റെക്കോർഡും ബ്രേക്ക് ചെയ്തു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് വെറും 5 കോടിക്ക് താഴെയാണ്. ചെറിയ ചിലവിലെടുത്ത് ഈ പടം, അതായത് ബഡ്ജറ്റിൻ്റെ ഏകദേശം 40-50 മടങ്ങാണ് റിട്ടേൺ കിട്ടിയത്. മലയാള സിനിമയ്ക്ക് ഇത് വലിയൊരു നേട്ടമാണ്. പിന്നെ OTT റൈറ്റ്സ്, സാറ്റലൈറ്റ് ഡീൽ അങ്ങനെ എല്ലാം കൂടി ചേർന്നാൽ പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഇനിയും കൂടും. സിമ്പിളായി പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിൽ ഒരു പ്രൊഡ്യൂസർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ലാഭം ഉണ്ടാക്കി കൊടുത്ത പടം അത് വാഴ 2 ആണ്. ഇതൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. കണ്ടന്റ് വർക്കായ സ്റ്റാർ പവർ ഇല്ലാതെയും വലിയ വിജയം നേടാം. മലയാള സിനിമയ്ക്ക് ഇതൊരു ഗോൾഡൻ മൂമെന്റ്. വിശ്വനാഥ് ആൻഡ് സൺസ് സൂര്യയുടെ ലീഡിൽ വെങ്കി അദുരി ഡയറക്റ്റ് ചെയ്ത ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ ആണ് വിശ്വനാഥ് ആൻഡ് സൺസ്. സൂര്യയുടെ കരിയറിൽ ഇതൊരു ഡിഫറെൻറ്റ് പ്രോജക്റ്റ് ആണ്. മാസും ആക്ഷനും ഒക്കെ ഉണ്ടെങ്കിലും അതിനൊപ്പം ഒരു ഇമോഷണൽ കണ്ടന്റ് ഉള്ള പടമാണിത്. ഫാമിലി റിലേഷൻ, ഫാദർ ആൻഡ് സൺ ബോണ്ട്, ലൈഫ് ലെസൺസ് ഇവയെ ചുറ്റിപ്പറ്റിയാണ് ഈ പടത്തിൻ്റെ സ്റ്റോറി നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പടത്തിൻ്റെ റിലീസ് ഡേറ്റ് ഏതാണ്ട് ലോക്കായി കഴിഞ്ഞു. വിശ്വനാഥ് ആൻഡ് സൺസ് ജൂലൈ 24 പടം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. ജയിലർ 2 രജനീകാന്തിനെ നായകനാക്കി നെൽസൺ ഡയറക്റ്റ് ചെയ്ത ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ജയിലർ 2. തമിഴ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല മലയാളത്തിലും ഈ പ്രോജക്റ്റിന് അപാര ഹൈപ്പാണ്. കാര്യം നമുക്കറിയാം, പടത്തിൽ നമ്മുടെ ലാലേട്ടനും ഒരു പ്രധാന ലീഡിൽ എത്തുന്നുണ്ട്. ജസ്റ്റ് ഒരു ക്യാമിയോ ഒന്നുമല്ല, പാർട്ട് 1 സ്ക്രീൻ സ്പേസിൽ ലാലേട്ടന് പാർട്ട് 2 പിന്നെ ലാലേട്ടന് ഒന്നിലധികം ലുക്കും ജയിലർ 2 അപ്പോൾ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻ സ്പേസ് മസ്റ്റാണ്. ജയിലർ 2 ലാലേട്ടനും കുറച്ച് സ്പെഷ്യലാണ്. കാര്യം 2 ലുക്കിലാണ് ലാലേട്ടൻ ജയിലർ 2 എത്താൻ പോകുന്നത്. ഒന്ന് നല്ല കട്ട താടിയൊക്കെ വെച്ചിട്ടുള്ള ദേ ഈ ലുക്ക്, ഇതായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തത്. പിന്നെ ദേ ഈ മീശ പിടിച്ചിട്ടുള്ള ഈ ലുക്ക്. ഇതിന് രണ്ടിനും പുറമെ ലാലേട്ടൻ്റെ ഒരു ഡി-ഏജിങ് പരിപാടി കൂടി ജയിലർ 2 ഈ ഡി-ഏജിങ് ലുക്കിലായിരിക്കും പടത്തിൽ ലാലേട്ടൻ്റെ റീ എൻട്രി. 80s എയർപോർട്ട്, ഷെവർലെറ്റ് കാർ, അനിരുദ്ധിൻ്റെ മ്യൂസിക്കിൽ, ഡി-ഏജിങ് ലുക്കിൽ, നെൽസൻ്റെ ഫ്രെയിമിൽ ഒരു മാസ് ക്ലാസ് എൻട്രി. മോനെ, ലാലേട്ടൻ്റെ മാത്രമല്ല രജനീകാന്തിൻ്റെയും ശിവരാജ് കുമാറിൻ്റെയും ഡി-ഏജിങ്ങും ഈ പടത്തിലുണ്ട്. പിന്നെ ഈ ലുക്കൊക്കെ നെൽസൺ അതിൻ്റേതായ രീതിക്ക് പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ തരുൺമൂർത്തി പടത്തിന് മുമ്പ് ഈ ലുക്കൊക്കെ കയറി കത്തും. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്.